ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 നമ്മൾ കവർ ചെയ്തത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷനെ 22, as we already know, our constitution is divided into 22 parts and 12 schedules. And in part 3rd of the constitution, fundamental rights are explained. Part 3rd of the Indian constitution guarantees 6 fundamental rights. 6 fundamental rights ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സിറ്റിസൺസിന്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് ആദ്യത്തത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് മാത്രം ഇപ്പോൾ ഫീച്ചേഴ്സിൽ പഠിച്ചാൽ മതി. റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 to 18. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 to 24. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടി 14 to 18. പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉള്ളത് ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യാതിരിക്കുക 23 to 24. ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ആർട്ടിക്കിൾസ് 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 to 30. പിന്നെ ആർട്ടിക്കിൾ 32, ഇടയ്ക്ക് ആർട്ടിക്കിൾ 31 ഇല്ല, അതിപ്പോൾ ഇടയ്ക്ക് ഒരു അമെൻമെൻറ്റ് വഴി ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആർട്ടിക്കിൾ 31 ഇല്ല. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ പാർട്ട് 3rd guarantees 6 fundamental rights. Right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, and last one, right to constitutional remedies. അടുത്ത ഫീച്ചർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മളെപ്പോഴും DPSP എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആ ടേം തന്നെ കേൾക്കുമ്പോൾ അറിയാം എന്താണ്. ഇറ്റ് ഈസ് provides certain guidelines or instructions to the state. സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത്. നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, ദ ആർക്കിടെക്ട് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹി ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് എ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഇറ്റ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ, ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അത്തരത്തിലുള്ള എല്ലാ പ്രിൻസിപ്പിൾസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് കാണാം. എൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ. നോൺ ജസ്റ്റീഷ്യബിൾ മീൻസ് വി കനോട്ട് അപ്രോച്ച് ദ കോർട്ട് ഫോർ എൻഫോഴ്സിങ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ എന്നും ഇറ്റ് ആക്ട് ആസ് സർട്ടൺ ഗൈഡ് ലൈൻസ് ടു ദ ഗവൺമെൻറ് ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ഓർ എൻഷുർ വെൽഫെയർ മെഷേഴ്സ് ഫോർ ദ പീപ്പിൾ. സോ പാർട്ട് 4 DPSP പറഞ്ഞിരിക്കുന്നത്. നോവൽ ഫീച്ചർ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഉണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഗാന്ധിജിയുടെ ഐഡിയാസ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് വന്നിട്ടുണ്ട്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വേജസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ DPSPയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴേക്കും വില്ലേജ് പഞ്ചായത്ത്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ ആൻഡ് അതർ ടോക്സിക് എലമെൻറ്റ്സ് അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, അങ്ങനെ പിന്നെ പ്രൊവൈഡ് യൂണിഫോം നീഡ് ഓഫ് എ യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് DPSPയിലാണ്. അപ്പോൾ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസും സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും അതിൽ വന്നിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഉദ്ദേശം അടുത്തൽ പറയുന്നു. ദേ ആർ മെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയൽ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ആൻഡ് ദേ സീക്ക് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. However, unlike the fundamental rights, they are non-justiciable in nature. That is, they are not enforceable by the courts for their violation. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോൺ ജസ്റ്റീഷ്യബിൾ ആണ്.
പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇവയെ കൊണ്ടുവന്നിരിക്കുന്നത്? ദേ സീക്ക് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ദേ ആർ മെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയൽ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പിന്നീട് ആഡ് ചെയ്തതാണ്. നമ്മളൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നീട് ആഡ് ചെയ്യുമ്പോൾ ഇൻസേർട്ടഡ് എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് പ്രൊവൈഡ് ഫോർ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ്. These were added during the operation of internal emergency by 42nd Constitutional Amendment Act of 1976 on the recommendation of Swaran Singh Committee. എന്നാണ് ആഡ് ചെയ്തത്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്യുന്നത്. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആണ്. പിന്നീട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഒരു ചേഞ്ച് ഉണ്ടായത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി 2002 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ പാർട്ട് 4A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ പാർട്ട്. ഏത് പാർട്ടിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻസേർട്ടഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51Aയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിരിക്കുന്നത്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. 1-2 ഇവിടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, to protect the sovereignty, unity and integrity of our country, to promote the spirit of common brotherhood among all the people, and to preserve the rich heritage of our composite culture. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 2-3 തന്നേക്കുന്നു എന്നേ ഉള്ളൂ. റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം. ഭരണഘടനയെ ബഹുമാനിക്കണം, ദേശീയ പതാകയെ ബഹുമാനിക്കണം, നാഷണൽ ആന്തത്തെ ബഹുമാനിക്കണം, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യതയും എല്ലാം സംരക്ഷിക്കണം, സാഹോദര്യം വളർത്തണം, നമ്മുടെ ആ പൈതൃകം സംരക്ഷിക്കുകയും ചെയ്യണം. സോ പാർട്ട് 4Aയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A. 51Aയിലാണ് 1976 അത് വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ഇത് വന്നിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ സെക്യുലാർ സ്റ്റേറ്റ് ആണ്. സെക്യുലാരിസം എന്ന ടേം പ്രിയാമ്പിളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. The Constitution of India stands for a secular state. Secularism എന്ന് പറയുമ്പോൾ the country or the state does not have any official religion. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഒരു മതം ഇല്ല. അതാണ് സെക്യുലാരിസം എന്ന് പറയുന്നത്. The state does not have any official religion. പിന്നെ ആ ടേം കാണുന്നത് സെക്യുലാരിസം എവിടെയാണ്? ഇറ്റ് വാസ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ് 1976. മറ്റൊന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഒക്കെ കാണുന്നുണ്ട്, പ്രിയാമ്പിളിലും ഒക്കെ പറയുന്നുണ്ട്. വി ഹാവ് ദ ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിനെ ആ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. സെക്യുലാരിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം തന്നിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക റിലീജൻ ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഒരു പ്രത്യേക റിലീജൻ ഉണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി പാർട്ടിക്കുലർ റിലീജൻ ആസ് ദ ഒഫീഷ്യൽ റിലീജൻ. പർട്ടിക്കുലർ റിലീജൻ സ്റ്റേറ്റിന് ഇല്ല. സ്റ്റേറ്റ് ഈക്വൽ റെസ്പെക്റ്റ് ടു ഓൾ റിലീജൻ. എല്ലാ റിലീജനോടും ഈക്വൽ റെസ്പെക്റ്റ് കാണിക്കുകയാണ് സ്റ്റേറ്റ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഫ്രീഡവും ഉണ്ട്, റിലീജിയസ് ഫ്രീഡവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്രയുമാണ് സെക്യുലാരിസം ഉള്ളത്. സെക്യുലാരിസം ഇൻസേർട്ട് ചെയ്ത അമെൻമെൻറ്റ് ഓർക്കണം, 42nd ആണ്, 1976. സെക്യുലാരിസത്തിൻ്റെ മീനിങ് എന്താണ്? സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഒഫീഷ്യൽ റിലീജൻ ആൻഡ് ഈക്വൽ റെസ്പെക്റ്റ് ടു ഓൾ റിലീജൻസ് ഇൻ ദ കൺട്രി. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി സിറ്റിസൺ ഹു ഈസ് നോട്ട് ലെസ് ദാൻ 18 years of age has a right to vote without any discrimination on the basis of caste, race, religion, sex, literacy, wealth and so on. ഒരു ഇന്ത്യൻ സിറ്റിസണിന് 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നുണ്ട്.
അതിനായി വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിലെന്തെങ്കിലും വിവേചനമുണ്ടോ ആരോടെങ്കിലും കാസ്റ്റിൻ്റെ പേരിലോ ജെൻഡറിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും വേർതിരിച്ച് നിർത്തില്ല. എല്ലാവർക്കും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അതാണ് 18 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എവറി സിറ്റിസൺ who is not less than 18 years of age എന്ന് പറഞ്ഞാൽ എന്താണ്? Who has completed 18 years of age has a right to vote without any discrimination. And the Indian Constitution adopts this universal adult franchise as a basis of elections to Lok Sabha and state legislative assemblies. പിന്നെ അതിൽ ഓർക്കാനുള്ളത് വോട്ടിംഗ് ഏജ് 18 ആക്കി കുറച്ചത് എന്നാണെന്നുള്ളത്. വോട്ടിംഗ് ഏജ് വാസ് റെഡ്യൂസ്ഡ് ടു 18 ഇയേഴ്സ് ഫ്രം 21 ഇയേഴ്സ് ഇൻ 1989. 1989 വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത്. ഏത് അമെൻമെൻറ്റാണ്? ബൈ ദ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1988. ഇതൊരിക്കൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്താണെന്ന്. ദ വോട്ടിംഗ് ഏജ് വാസ് റെഡ്യൂസ്ഡ് ടു 18 ഇയേഴ്സ് ഫ്രം 21 ഇയേഴ്സ് ഇൻ 1989 ബൈ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ എവരി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു വോട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആൻ ഏജ് ഓഫ് 18. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് യൂണിറ്ററി ഫീച്ചറിലാണോ ഫെഡറൽ ഫീച്ചറിലാണോ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഉത്തരം ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യൂണിറ്ററി ഫീച്ചറിൽ വരുന്ന ഒന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് വി ആർ ഓൾ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാതെ കേരള എന്ന് പറഞ്ഞ് കേരളൈറ്റ്സ് എന്നാണോ അറിയപ്പെടുന്നത്? അല്ല. ആൻഡ് സ്റ്റേറ്റ് governments does not have any particular citizenship. Only citizenship is provided on the basis of സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് സിറ്റിസൺഷിപ്പിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നത്. സ്റ്റേറ്റുമായിട്ട് അതിനൊരു റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ടാണ് ഏതൊരു കാര്യം എടുത്താലും നമ്മളൊരു ടെസ്റ്റിന് പോവുകയാണെങ്കിൽ നമ്മളൊരു ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ സിറ്റിസൺ ഓഫ് കേരളൈറ്റ് എന്നോ അല്ലെങ്കിൽ റെസിഡൻറ്റ് ഓഫ് കേരളൈറ്റ് എന്നോ അല്ല. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻ ബോത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ്. ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിലാണ് സിറ്റിസൺഷിപ്പ് വരുന്നത്. ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാനും നിഷേധിക്കാനും ഒക്കെ ഉള്ള റൈറ്റും ആർക്കാണുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി പ്രൊവിഷൻസും 3 ടയർ ഗവൺമെൻറ് 2 ഫീച്ചറും കൂടെ ഉള്ളൂ. എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ അതും യൂണിറ്ററി ഫീച്ചറിൽ വരുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 3 ടൈപ്സ് ഓഫ് എമർജൻസീസ് പറയുന്നുണ്ട്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി ദേശീയ അടിയന്തര അവസ്ഥ വരുന്നത് യുദ്ധമുണ്ടാകുമ്പോൾ, മറ്റാരെങ്കിലും നമ്മളെ ആക്രമിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള കേസ് വരുമ്പോഴാണ്. ഓർ ആംഡ് റെബല്യൻ പിന്നീട് ചേഞ്ച് ചെയ്ത് ഇൻറ്റേർണൽ ആംഡ് റെബല്യൻ ആയിട്ട് മാറുന്നുണ്ട്. നമുക്ക് നാഷണൽ എമർജൻസി പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുള്ളത് ഇൻറ്റേർണൽ റെബല്യൻ്റെ പേരിൽ പ്രഖ്യാപിച്ച ഒരു എമർജൻസിയാണ് എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്നത്. പക്ഷേ ഇൻഡോ പാക് വാർ വരുമ്പോഴും ചൈന വാർ വരുമ്പോഴുമൊക്കെ നമുക്ക് എമർജൻസി വന്നിട്ടുണ്ട്. എമർജൻസി 3 ടൈപ്സ് ആണ്. നാഷണൽ എമർജൻസി എങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാം? വാർ ഉണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, മറ്റൊരു രാജ്യം നമ്മെ ആക്രമിച്ചാൽ. പിന്നെ 3ാമത്തെ കാരണമാണ് ഏറ്റവും കോൺട്രവേഴ്സ്യൽ, രാജ്യത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അത് പിന്നീട് ഇൻറ്റേർണൽ ആംഡ് റെബല്യൻ ഇൻറ്റേർണൽ ആംഡ് റെബല്യൻ എന്ന് ആക്കുകയും ചെയ്തു. നെക്സ്റ്റ് സ്റ്റേറ്റ് എമർജൻസിയാണ്. സ്റ്റേറ്റ് എമർജൻസി എന്നതിന് മറ്റൊരു പേരുണ്ട് പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആവട്ടെ, അവിടെ ഒരു ഗവൺമെൻറ്റിന് കറക്റ്റായിട്ട് റൂൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായാൽ എന്ത് ചെയ്യാം? അവിടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. അതിപ്പം എങ്ങനെയാണ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് കഴിവില്ല എന്നവർ നിശ്ചയിക്കുന്നത്? ആർക്കും
കൃത്യമായിട്ട് അധികാരം കിട്ടിയില്ലെങ്കിലും സീറ്റ് കിട്ടിയില്ല, ഇലക്ഷൻ നടക്കുന്നു, ഒരു പാർട്ടിക്കും മെജോറിറ്റി ഇല്ല, അവിടെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായെങ്കിൽ വേണമെങ്കിൽ ഗവർണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ക്യാൻ ഡിക്ലെയർ, ഗവർണർ അല്ല ഡിക്ലെയർ ചെയ്യുന്നത്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, ബട്ട് ഗവർണറിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 പിന്നീട് പിന്നെ 365 അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട് ആർട്ടിക്കിൾ 365. പക്ഷേ നമ്മൾ 356 ഓർത്താൽ മതി. എമർജൻസി പ്രൊവിഷൻസ് ഓർക്കാൻ എളുപ്പമുണ്ട്. ആർട്ടിക്കിൾ 352 ആർട്ടിക്കിൾ 356 ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 ആണ്. 352, 356, 360. ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിൽ രാജ്യത്തിനകത്ത് മൊത്തം ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. 3 എമർജൻസി ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ envisages 3 types of emergencies: national emergency as per Article 352, state emergency as per Article 356, and financial emergency as per Article 360. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ 3-tier ഗവൺമെൻറ് ആണ്. ത്രിതല ഭരണ രീതി. പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3-tier ഗവൺമെൻറ് ഭരണഘടനയിൽ ആദ്യം തൊട്ടേ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു കാര്യമല്ല. ദ 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 ഗവ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ടു പഞ്ചായത്ത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കുമെല്ലാം ഭരണഘടന അനുമതി കിട്ടുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതിയോട് കൂടിയാണ്. അങ്ങനെയാണ് എന്താണ് പുതിയൊരു പാർട്ട് 9 പുതിയ പാർട്ട് വരികയും ഷെഡ്യൂൾ 11 ഷെഡ്യൂൾ 12 അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തത്. പാർട്ട് 9 പാർട്ട് 9A പഞ്ചായത്തിൻ്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. 73rd അമെൻമെൻറ്റ് ആക്റ്റായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. 73rd അമെൻമെൻറ്റ് ആക്ട് വഴി എന്തൊക്കെ റെക്കഗ്നിഷനാണ് കിട്ടിയത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ പഞ്ചായത്തിനും കിട്ടുന്നു, മുനിസിപ്പാലിറ്റിക്കും കിട്ടുന്നു. റൂറൽ ലോക്കൽ ഗവൺമെൻറ് ആൻഡ് അർബൻ ലോക്കൽ ഗവൺമെൻറ്. അതോടുകൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണങ്ങൾക്കെല്ലാം ഇത്രയും അധികം അധികാരങ്ങൾ കിട്ടുന്നതും അവരുടെ പവറിനെല്ലാം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വരികയും അവരെ എളുപ്പം പിരിച്ചുവിടാനൊന്നും പറ്റാത്ത ഒരു കാര്യമുണ്ടായി. അത് എന്തുകൊണ്ടാണത് കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീച്ചറായി നമ്മൾ പറയുന്നത്? ബിക്കോസ് എന്താണ്, കൂടുതൽ ഡെമോക്രസിക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, വില്ലേജ് പഞ്ചായത്ത്. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. ലാസ്റ്റിൽ എന്ന് പറയുകയാണെങ്കിൽ 3-tier ഗവൺമെൻറ്, എമർജൻസി പ്രൊവിഷൻസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സെക്യുലർ സ്റ്റേറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആകുന്നു.